2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളം. തലസ്ഥാനത്തെ പ്രധാന വികസനമായി വിശദീകരിക്കപ്പെടുന്ന സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായ സ്മാർട്ട് റോഡുകളുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡ് 1 കിലോമീറ്റർ 160 മീറ്റർ റോഡ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാർട്ട് സിറ്റി റോഡുകളിലൊന്ന്. ഇത് വെള്ളത്തിന്റെ പൈപ്പിന്റെ ബാൾബ് എന്ന് പറയുന്നു. ബാൾബ് ഇത് ലീക്ക് ഉണ്ട്. ഇത് കുടിവെള്ളമാണ്. അന്ന് 2-3 മാസം കൂടെ പൊട്ടി കിടന്നു. അപ്പോൾ ഇവർ മൂടും, വീണ്ടും വെള്ളം പോവും. 24 മണിക്കൂറും വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ആരും ഒന്നും ഗവനിക്കുന്നില്ല. ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി കോടികൾ ചെലവിടുമ്പോൾ ജനത്തിന് സന്തോഷമാണ്. പക്ഷെ ആ കോടികൾ എങ്ങനെ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു, പാഴാകുന്നു എന്നതിൻ്റെ സുന്ദരമായ കാഴ്ചയാണ് ഇത്. മഴ പെയ്യുമ്പോൾ ചാല മാർക്കറ്റിൽ വണ്ടി ഓടാൻ പറ്റൂല, ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റില്ല, വെള്ളപ്പൊക്കമാണ്. 100 വർഷമൊക്കെ പഴക്കമുള്ള പൈപ്പ് ലൈനുകളാണ് ഈ മണ്ണിനടിയിൽ കിടക്കുന്ന കുടിവെള്ളം പോകുന്ന പൈപ്പ് ലൈനുകൾ. അതുപോലെ സീവേജ് ലൈനുകളും ഇത് ഇടയ്ക്കിടെ പൊട്ടും. അപ്പോഴെല്ലാം വന്ന അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരും വാട്ടർ അതോറിറ്റിക്ക്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിനടിയിലൂടെ ചെയ്യേണ്ടുന്ന പണികൾ കൃത്യമായി സമയബന്ധിതമായി തീർക്കാൻ സ്മാർട്ട് സിറ്റിക്കും സാധിക്കില്ല. നിരന്തരം ഇങ്ങനെ കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ്. പറയണത് സ്മാർട്ട് സിറ്റിയാണ്, ഇനി ഒരിക്കലും പൊളിക്കൂല എന്നാണ്. ഈ പ്രോജക്റ്റിൽ വരുന്ന ഇപ്പോഴത്തെ ഈ പൈപ്പ് പൊട്ടൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂസ്, ഇതൊക്കെ യാതൊരു കാരണവശാലും ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് വന്നുകൂടാ. ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ തന്നെ റോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ റോഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ വിരൽ ചൂണ്ട് അല്ല ഞങ്ങൾ ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റി മടിച്ച് നിൽക്കുന്ന വാട്ടർ അതോറിറ്റിയെ ഡിസ്കഷൻ ടേബിളിൽ കൊണ്ടുവന്ന് അവരുടെ കൂടെ നിന്ന് നമ്മൾ അവരുടെ വർക്ക് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് പിന്നെ അവരുടെ വർക്ക് സക്സസ്ഫുള്ളായി ചെയ്തു എന്ന് ഉറപ്പിക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. രേഖകളിൽ 1500 കോടിക്ക് മേലുള്ള പദ്ധതിയാണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി. സ്മാർട്ട് ആക്കേണ്ട റോഡുകളുടെ അവസ്ഥ ഇതും. ഡ്രെയിനേജിൻ്റെ ആ മേനോള് കൊണ്ടുവന്ന് ഇട്ട് 2 വണ്ടി കയറുമ്പോൾ പൊട്ടും. സർക്കാരിൻ്റെ ആവശ്യമല്ലേ. സർക്കാരെന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി മാത്രമല്ലല്ലോ, PWD മാത്രമല്ലല്ലോ. സർക്കാരിൻ്റെ ആവശ്യമാണ് ഇവരെല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ആ പൈപ്പ് മാറ്റുക ആദ്യം. റോഡിന്റെ നിർമ്മാണവും അത്ര സ്മാർട്ടല്ലെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. വക്കുമൂലയും ഇടിഞ്ഞു താണ പെരുച്ചാഴികൾ ഓടുന്ന റോഡാണ് നമ്മുടെ മുന്നിലുള്ളത്. റോഡിന് സമീപത്ത് തന്നെ വ്യാപാരം ചെയ്യുന്ന തുണി വ്യാപാരിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അദ്ദേഹം പറയുന്നത് ഈ പണി ശരിയായിട്ടില്ല എന്നാണ്. കാര്യം സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നാണ്. ഒരു കുഴിയാണ് ഇത്. പെരിച്ചാലി ഇതിൻ്റെ അകത്താണ്. ഒരു 10 പെരിച്ചാലിയെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്ന് കയറി പോകും. ഈ റോഡ് ഇടിഞ്ഞു പോകാനും സാധ്യതയുണ്ടല്ലോ. ഈ ഇടിഞ്ഞ് താന്ന് കിടക്കുകയാണ് അകത്ത്. ഒരു കല്ലൊക്കെ പുറക്കിയിട്ട് വാരിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് സ്മാർട്ട് സിറ്റി റോഡിന്റെ അവസ്ഥ. പറയുമ്പോൾ പേര് സ്മാർട്ട് സിറ്റി. വി പത്മകുമാറിനൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.